വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും പ്രതികരണങ്ങൾക്കുമായി വളരെ നന്ദിയുണ്ട്. ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രതിപാദിച്ചു പോയിട്ടുള്ള ഒരു വിഷയമാണ് തൃത്വ സംബന്ധമായ അതിനോടനുബന്ധമായ ചില വിഷയങ്ങൾ. അതായത് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുവായി വെളിപ്പെട്ടത് എന്ന വിഷയത്തെക്കുറിച്ച് ഏകനാമവാദികളായിരിക്കുന്ന വണ്ണസ് വിഭാഗം എന്ന് പറയപ്പെടുന്നവരുമായി അനേക ചർച്ചകൾ ഫോണിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അതല്ലാതെ ഞാൻ സ്വയമായി തന്നെ വീഡിയോയിലൂടെയൊക്കെയും അവതരിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. അതിൽ അതിപ്രധാനമായി ഇന്ന് നിലകൊള്ളുന്നത് 6 വീഡിയോകളാണെന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി കൊടുക്കുകയും തിരിച്ച് ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഇന്നും മറുപടി കിട്ടാതെ കുടിശ്ശികയുമായിട്ട് കിടക്കുകയാണ്. അതിന് ഞാൻ ചില വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ചോദ്യങ്ങൾക്ക് മറുപടി വ്യക്തമായി വചനത്തിൽ തന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ വരികയാണെന്ന്. പക്ഷേ എന്നെ അവർക്ക് വേണ്ടാത്ത കൊണ്ടാണോ അതോ തനിക്കിതുവരെ വചനത്തിൻ്റെ മറുപടി കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ജോസ് വർഗീസ് എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരൻ, അദ്ദേഹം ഇതേ ആശയങ്ങൾ തന്നെ അതിൽ നിന്ന് വളരെ വിഭിന്നമായ ചില ചിന്തകളോടുകൂടി നമ്മുടെ ഗോസ്പൽ TV UPയുടെ ഒരു അഭിമുഖത്തിൽ താനിത് അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് അനേക കാര്യങ്ങൾ തിരുവചനങ്ങളെ മുന്നിൽ വച്ചുകൊണ്ട് തന്നെ സ്ഥാപിച്ചു പറയുന്ന ചില ഉപദേശങ്ങളും ആശയങ്ങളുമുണ്ട്. സത്യത്തിൽ ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തു പോയതാണ്. പക്ഷേ ഇവർ തമ്മിൽ ചില ഉപദേശ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ അവരത് കേട്ട് കാണാൻ സാധ്യതയില്ല. കാരണം പുന്നക്കൽ സാറിൻ്റെ ഒരു ഫോട്ടോ മുന്നിൽ കണ്ടാൽ ഇവരത് മൈൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇവർ തമ്മിൽ അതിപ്രധാനമായിട്ടുള്ള ഉപദേശ വ്യത്യാസങ്ങളിൽ ഒന്ന്, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരും, അല്ല സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരും. ഇവർ രണ്ടുപേരും വണ്ണസുകാർ തന്നെയാണ്. അദ്ദേഹം ഈ ജോസ് വർഗീസ് എന്ന് പറയുന്ന വ്യക്തി വണ്ണസ് എന്നുള്ള പദത്തിന് ഒരു പ്രത്യേക ഒന്നുകൂടെ കീറി പരിശോധന നടത്തിയിട്ട് തന്നെ അതിനൊരു പ്രത്യേകത കൊടുക്കുന്നില്ല. അതൊന്നും നമുക്ക് നിരസിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഗ്രൂപ്പിന് അവർ കൊടുക്കുന്ന പേരാണ്, അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. പക്ഷേ ഉപദേശത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുൻ വീഡിയോകളിൽ ചെയ്ത ആശയമാണ് ഇതിനകത്ത് കടന്നു വന്നാൽ പോലും എൻ്റെ പ്രിയ സ്ഥിരം ശ്രോതാക്കൾക്ക് ആവർത്തന വിരസത പോലെ തോന്നരുത്. എന്നാൽ നിങ്ങൾക്കൊന്നും കൂടി തറവായി പഠിക്കാനും നിങ്ങളുടെ പഠനത്തിലേക്ക് വിധേയപ്പെടുത്താനും ഇത് സഹായമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് ആവർത്തിച്ച് ചെയ്യാനുള്ള കാരണം ബഹുമാനപ്പെട്ട സാജു തോമസ് സാർ ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ആശയത്തെ ഈ പറയപ്പെടുന്ന കാര്യത്തെ വചനത്തിലൂടെ ഖണ്ഡിക്കാൻ ചിലപ്പോൾ ഖണ്ഡിച്ചേക്കും എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജോസ് വർഗീസ് സഹോദരൻ ആകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് സാജു തോമസ് സാർ എടുത്ത് പറയുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ ചെയ്യത്തില്ല, അപ്പോൾ ചെയ്യാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാജു തോമസ് സാർ പ്രതീക്ഷിച്ച് കാണും ഞാനിതിനൊരു മറുപടി കൊടുക്കുമെന്ന്. നിശ്ചയമായിട്ടും കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെ സ്നേഹിക്കുന്ന പല ശ്രോതാക്കളും എന്നെ വിളിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായി, നമുക്ക് സംവാദം വേണോ തർക്കം വേണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംവാദത്തിനെങ്കിലും പോകാറില്ല. സംവാദം എന്ന് പറയുന്നത് എപ്പോഴും അറിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും മാറ്റുരയ്ക്കുന്ന വേദി പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെ ഇറങ്ങിയാൽ പിന്നെ തോറ്റു പോരാൻ നമ്മൾ സമ്മതിക്കത്തില്ല, പിന്നെ ജയിക്കാൻ നമ്മൾ പല തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതാരും തോൽപ്പിക്കാനും ആരെയും ജയിപ്പിക്കാനും ഉള്ളതല്ല ഇത്. ഒരു പക്ഷേങ്കിൽ എൻ്റെ ചില വീഡിയോകൾ ഇങ്ങനെ മുഖവര കൂടി പോകുന്നതിൽ ഇറക്കൊക്കെ പരാതിയുണ്ട്. എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ കഴിഞ്ഞ നാളൊരു എൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് 15 മിനിറ്റ് കേട്ടിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 5-6 വർഷം പോയി ബൈബിൾ കോളേജിൽ പോയി വീട്ടിത്തരം പഠിച്ചിട്ട് വരുന്നതിന് ഒരു കുഴപ്പമില്ല. പൈസ ചിലവാക്കി 5 വർഷമോ 6 വർഷമൊക്കെ പോയി പല വീട്ടിത്തരങ്ങളും പഠിച്ചു വരുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ ഒരു 15 മിനിറ്റ് നേരം കേൾക്കാനുള്ള ക്ഷമയില്ലാത്തൊരു കേൾക്കേണ്ട, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. കാരണം ഇത് എനിക്ക് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ വാച്ചിങ് അവേഴ്സ് കൂട്ടിയിട്ടോ എനിക്ക് ഒരു ഗുണമില്ല. ചിലർക്ക് വിചാരിച്ചിരിക്കുന്നത് ഞാനത് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് പരസ്യമായിട്ട് പറയാറുണ്ട്, ഇതൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്ക് പോകുന്നതൊക്കെ പറയാറുണ്ട്. ഞാൻ അവരോട് സ്നേഹത്തിൽ പറയാറുണ്ട്, നിങ്ങൾ ഇതുവരെ തന്നെ പണം മതി, ഇനി തരണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും മേടിച്ചോളാം എന്നൊക്കെ പറയാറുണ്ട്. കാരണം അവരുടെ ഒരു സംതൃപ്തി, കാരണം ഉപദേശത്തിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുമ്പോൾ പിന്നെ മനസ്സുകൊണ്ട് അവർ ആശ്വസിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, പോയി പണിയെടുത്ത് തിന്നോളൂ ജീവിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട്. പള്ള പറയ്ക്കാതെ
പള്ള വീർപ്പിക്കാതെ, ഇതും കൊണ്ട് നടന്ന് പള്ള വീർപ്പിക്കാതെ, ഞാനതൊക്കെ അവരുടെ ആ മാനസിക വികാരം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ ഉന്നയിക്കുന്ന ചോദ്യത്തിന് അവർക്ക് വചനത്തിൽ നിന്ന് മറുപടി തരാനില്ലെങ്കിൽ പിന്നെ അവരുടെ ഉപാധീത, അവർക്ക് തൃപ്തി അടയാനുള്ളൊരു ഉപാധീത അതായിക്കോട്ടെ, ഞാനും അവരോട് കൂടി ഒന്ന് സന്തോഷിക്കുന്നു. കാരണം അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം. ഓക്കെ, ഈ വിഷയം ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം സാജു തോമസ് സാർ അതിനടുത്ത് പറയുന്നുണ്ട്. തന്നെയല്ല, ഇവരുടെ ഉപദേശം മറ്റ് സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറിൻ്റെയൊക്കെ ഉപദേശവുമായിട്ടും അല്പം വ്യത്യാസമുള്ളതുകൊണ്ട് നിശ്ചയമായും ഇത് അവതരിപ്പിക്കണം. ഞാനിത് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ പണം വന്നൊന്നുമല്ല, ആ പരിപാടിയൊന്നും എനിക്കില്ല, അതൊന്നുമല്ല. ഇന്ന് വരെ ഇല്ല, നാളെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ദുരുപദേശത്തിൻ്റെ കുടുക്കിൽ നിന്ന് അനേകർ അവരുടെ പിടിവിട്ടു. പലരും എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, വണ്ണസുകാർ തന്നെ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്ന അബദ്ധമാണ്, ഇനി ഞാൻ രണ്ടാമത് സ്നാനപ്പെടണമെന്ന് വിളിച്ച് ചോദിച്ച ആളുകൾ വരെ ഉണ്ട്. എനിക്കത് വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ മടങ്ങി വരട്ടെ. ഇത് ഈ ജോസ് വർഗീസ് എന്ന് പറയുന്ന പ്രിയ സഹോദരനുമായിട്ടുള്ള അഭിമുഖത്തിൽ ഏകദേശം 25-30ഓളം പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവ ഓരോന്നും ഞാൻ വചനത്തിലൂടെ വിശദീകരിച്ച് വരുമ്പോൾ ഇതെനിക്കൊരു എപ്പിസോഡായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് ഇത് ചെയ്യുന്നത്. ഇന്ന് ഞാൻ അതിനകത്ത് 2 വിഷയങ്ങൾ മാത്രം പറഞ്ഞിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഓരോ പാർട്ടായിട്ട് വിടും. അപ്പോൾ ഞാൻ എടുത്ത് അതിനകത്ത് പറയും, പാർട്ട് 1, പാർട്ട് 2, ഇതുവരെ എൻ്റെ തുടർന്ന് വരുന്ന എപ്പിസോഡിൽ 64ാമത്തെ എപ്പിസോഡാണെങ്കിലും ഈ സ്പെഷ്യൽ സബ്ജക്റ്റ് ഞാൻ പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള പേരിലായിരിക്കും വിടുന്നത്. അപ്പോൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കത് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ടാകും. ഓക്കെ, ഇവിടെ നമ്മുടെ സാജു തോമസ് സാർ ഒരു കാര്യം പറയുന്നുണ്ട് പ്രാരംഭത്തിൽ. എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യ പെന്തക്കോസ്തുകാരൻ തന്നെ പറയുന്നത് പഴയ നിയമത്തിൽ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ജോസ് വർഗീസ് സാറ് അതിന് തുടർന്നൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ്. നമുക്കതൊന്ന് കേൾക്കാം. കൂടുതലും പെന്തക്കോസ്റ്റൽ സഭകൾ വിശ്വസിക്കുന്നത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അവർ പറയും യേശു ക്രിസ്തു, യഹോവ ഒരു ദൈവവും യേശു ക്രിസ്തു മറ്റൊരു ദൈവവും പരിശുദ്ധാത്മാവ് മറ്റൊരു ദൈവമാണെന്ന് പറയുന്നുണ്ട്. അത് വിരോധാഭാസമല്ലേ? കേട്ടല്ലോ, പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു. ഇത് മിക്കവാറും പെന്തക്കോസ്തുകാർ പറയുന്ന കാര്യം തന്നെയാണ്. ഞാനവിടെ വളരെ വിചിത്രമായി ഏകദേശം 1 വർഷത്തോളമായി ഞാൻ കൈകാര്യം ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ എല്ലാ എപ്പിസോഡിലും ഇടുന്നതുകൊണ്ട് അനേകർ എന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്ന്, ഈ സബ്ജക്റ്റിനെ കുറിച്ച് പെന്തക്കോസ്തുകാർക്ക് ഒരു അടിസ്ഥാനമായ ഒരു ഉപദേശമോ പഠിപ്പിക്കലോ ഇല്ല. ഓരോരുത്തർക്കും തോന്നും പോലെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പലരുമായിട്ട് സംസാരിച്ചൊരു വലിയ യാഥാർത്ഥ്യം പറയാം. നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാത്ത ചിന്തകളാണ് ഞാൻ ഇന്ന് ഇതിനോട് ചേർത്ത് പങ്കുവയ്ക്കുന്നത്. ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെ ഉദാഹരണത്തിന് എന്നെ തന്നെ പിടിച്ചിങ്ങനെ ഇരുത്തിയിട്ട് എൻ്റെ ഇടത് സൈഡിലൊരു യഹോവ സാക്ഷിക്കാരനെ ഇരുത്തുക, എൻ്റെ വലത് സൈഡിലൊരു യേശു നാമക്കാരനെ ഇരുത്തുക. എന്നിട്ട് എന്നോട് യഹോവ സാക്ഷിക്കാരൻ ചോദിക്കുകയാണ്, യേശു ദൈവമാണോ, യേശു ദൈവപുത്രനല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന മറുപടി യെശയ്യാ പ്രവചനം 40-ാം അധ്യായം എടുത്തിട്ട് പറയും, ഇവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു ശബ്ദമാവിത്, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. അപ്പോൾ യഹോവയ്ക്ക് വഴിയൊരുക്കാൻ പറഞ്ഞിട്ട് ഒരുക്കിയതാർക്കാ? യേശുവിന്. അപ്പോൾ യഹോവ തന്നെയല്ലേ യേശു? സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പറയും യഹോവ ദൈവമാണോ? അതെ, എങ്കിൽ യേശുവും ദൈവമാണ്. അപ്പോൾ അവിടെ സമ്മതിച്ചു, യഹോവ തന്നെയാണ് യേശു. യേശു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പെന്തക്കോസ്തുകാർ വയ്ക്കുന്ന ഉപാധി ഇതാണ്, യഹോവ തന്നെയാണ് യേശു. അപ്പോൾ യഹോവ ദൈവമാണ്, യേശുവും ദൈവമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വണ്ണസുകാരൻ പറയും ഏകദൈവം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സംഭവമൊന്നും ഇല്ല, അതെല്ലാം ഒന്ന് തന്നെയാണ്. യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പറയും അതെറ്റാ, അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ്? പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. ഒന്ന് ചിന്തിച്ച് നോക്കിയ അവസ്ഥ, പെന്തക്കോസ്തുകാരുടെ അവസ്ഥയായി പറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണമെന്നറിയാമോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ അവസ്ഥ, മിക്കവരുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ? യഹോവ സാക്ഷിക്കാരൻ ചോദിക്കുമ്പോൾ അവന് കൊടുത്ത മറുപടി ഇവിടെ വരുമ്പോൾ തെറ്റിപ്പോകും, അംഗീകരിക്കാൻ പറ്റില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്ക്. അങ്ങനെ ഞങ്ങൾ ഈ പെന്തക്കോസ്റ്റൽ
ആരാധനയ്ക്കൊക്കെ പോകും, 3 ദിവസം നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയിലൊക്കെ പോകുമ്പോൾ അവർ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സെൻട്രൽ പാസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും എനിക്കൊരു തൃപ്തികരമായ മറുപടി നൽകിയില്ല. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭയിൽ പോയി 3 ദിവസം ഉപവാസം കൂടി കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ചോദ്യം, കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് വന്ന ഒരു വ്യക്തി വചനത്തിൽ നിന്ന് സംശയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ താൻ ചോദിക്കുന്നു, തൃപ്തികരമായ മറുപടി കിട്ടത്തില്ല. അതിൻ്റെ പ്രധാനമായ കാരണം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് ഈ സായിപ്പന്മാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറേ സിലബസ്, കുറേ പാഠ്യവിഷയങ്ങളുണ്ട്, തിയോളജിയാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് പഠിപ്പിച്ച് അവർ വെച്ചിരിക്കുന്നു. ഇവിടെ സായിപ്പന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ക്രമേണ അത് പാരമ്പര്യമായി കൊണ്ട് പഠിച്ചുകൊണ്ട് പോരിക. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നത്തെ സമൂഹത്തിൽ നിന്ന് ആളുകൾ ചോദിച്ച ചോദ്യങ്ങളല്ല ഈ തലമുറ ചോദിക്കുന്ന ചോദ്യം. അതൊക്കെ കടന്നുകൊണ്ട് പോകുന്നു. ബുദ്ധിയൊക്കെ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുന്ന കർത്താവ് പറഞ്ഞതുപോലെ ആ കാലം കൊണ്ട് കടന്നു പോകുന്നു. അപ്പോൾ ഇന്നത്തെ തലമുറ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണമെങ്കിൽ അന്നത്തെ തിയോളജി പോരാ. ഇതിൻ്റെ പ്രധാന കാരണം ഞാൻ പറയുമ്പോൾ പെന്തക്കോസ്തുകാരെന്നോട് വളരെ എതിർക്കും, വിശേഷാൽ പാസ്റ്റർമാരെന്നോട് വളരെ എതിർക്കും. എനിക്ക് നന്നായിട്ടറിയാം. ആ എതിർപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഇന്ന് ഒരാൾക്കൊരു വചനത്തിൽ നിന്നൊരു സംശയമുണ്ടായാൽ അദ്ദേഹം ചെന്ന് ചോദിക്കുന്നത് മിക്കവാറും അവിടുത്തെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന പാസ്റ്റർ ആരാണോ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള, അതായത് തിയോളജിക്കൽ ഡിഗ്രി ഉള്ള ആരാണോ അവരോട് ചെന്ന് ചോദിക്കും. ഒരു പക്ഷേങ്കിൽ അവരൊന്നും പഠിച്ചിട്ടുള്ളതോ അവരെ പഠിപ്പിച്ചിട്ടുള്ളതായ ഒരു വിഷയമായിരിക്കില്ല ചോദിക്കുന്ന ചോദ്യം. മിക്കവാറും പാസ്റ്റർമാരെ തന്നെ ഒഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറഞ്ഞ ഏജിലൊരു പാസ്റ്റർ ചോദ്യം ചോദിച്ച് തൃപ്തികരമായി മറുപടി കൊടുത്തില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം പറഞ്ഞാൽ ദൈവദാസന്മാർക്ക് വചനം പഠിക്കാൻ നേരെയല്ല. ഉള്ള സത്യം ഞാൻ അങ്ങോട്ട് പറയുക, അവർക്ക് സഭയിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് അവർക്ക് നേരമില്ല വചനം പഠിക്കാൻ. ഇത് മുന്നിൽ കണ്ട പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നേരത്തെ പറഞ്ഞു, മേശമേൽ ശുശ്രൂഷിക്കാൻ വേണമെങ്കിൽ, അതെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളൊന്നും അല്ല കേട്ടോ. അത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആഗ്രഹിക്കുന്നവർ അത് കാണുക. സഭയും സംഘടന 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ പത്രോസോടെ പറയുന്നുണ്ട്, അതിനിവിടെ ദൈവജ്ഞാനവും കൃപയും പരിശുദ്ധാത്മാവ് നിറവും അതുപോലെ തന്നെ നല്ല സാക്ഷിയുള്ളവരൊക്കെ തിരഞ്ഞെടുത്തണം. ഈ ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ അന്യഭാഷയൊന്നും വരണമെന്നില്ല കേട്ടോ. അവിടെ ആത്മാവിൻ്റെ കൃപാവരൊന്നും വേണമെന്നില്ല. അവിടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, ടേബിൾ എന്ന വാക്കിന് അങ്ങനെ അർത്ഥം കൂടെയുണ്ട്. അപ്പോൾ അവിടെ സാമ്പത്തിക എന്ന് പറയുന്നത് സഭയുടെ ഭരണകാര്യങ്ങളും അതിനെക്കുറിച്ച് ആലോചനകളൊക്കെ നടത്താൻ നിങ്ങൾ അതിനുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള 7 സഹോദരന്മാരെ തിരഞ്ഞെടുക്കണം. അതാണ് 7-അംഗ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഏൽപ്പിച്ചോളൂ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. മനസ്സിലായോ? അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും, ഞങ്ങൾ ഏത് വചനമാണ് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അത് പോയി ശുശ്രൂഷിക്കും. അതുകൊണ്ട് വചനം പ്രസംഗിക്കാനുള്ള ദൈവദാസന്മാർ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജിയും കമ്മിറ്റിക്കാരുമായി നടന്നാൽ പത്രോസിനെ പോലെ പ്രാർത്ഥിക്കാനും വചന ശുശ്രൂഷിക്കാനും കിട്ടത്തില്ല. അവർക്ക് സഭയിലെ പ്രശ്നം തീർത്തിട്ട് നേരെയില്ല. ഇപ്പോഴത്തെ പ്രശ്നമൊന്നും പറയാൻ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ചാനലിൽ ഞാൻ പ്രതിപാദിക്കാറില്ലാത്തതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല. ഒരു കാര്യം സത്യമല്ലേ, ഭരണമൊക്കെ നല്ല യോഗ്യതയുള്ള, വചനത്തിൽ പറയുന്ന യോഗ്യതയുള്ള സഹോദരന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് വചന വായന പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ദൈവദാസന്മാർ ഉറ്റിരിക്കണം. വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കണമെങ്കിൽ അവർ വചനം പഠിക്കണം. വചനം പഠിക്കണമെങ്കിൽ ഇത് ഗ്രീക്കുകാരും എബ്രായരും ഒന്നും അല്ല എഴുതി വെച്ചേക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇവിടെ പ്രത്യേക ഡിക്ഷണറി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഞാൻ അവിടെ മോശയെ കൊണ്ട് എഴുതിപ്പിച്ചത് അല്ലെ യോശുവയെ കൊണ്ട് എഴുതിപ്പിച്ചതിൻ്റെ അർത്ഥം ഇന്നതാ കട്ടം പറഞ്ഞിട്ട് നിങ്ങളിത് നോക്കി പഠിച്ചോളെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഡിക്ഷണറി എഴുതി വെച്ചിട്ടില്ല. ഗ്രാമറൊക്കെ ഭാഷയുണ്ടായി എത്രയോ നാളുകൾ ഞാൻ ഗ്രാമർ ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ പോട്ടെ, നമുക്കിത് പരിശുദ്ധാത്മാവിൽ ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പഠിപ്പിക്കേണ്ടതാണ് തിരുവചനം. അതിന് സമയമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ഈ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചാൽ അവർക്കറിയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് തന്നെ
എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ആശയങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ എല്ലാം അങ്ങോട്ട് പങ്കുവെക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ വളരെ ഖേദിക്കുന്നു. 20 സഹോദരന്മാർ ഒരു ടീമായി വന്ന് പല സഭകളിൽ ചെന്നിട്ട് തൃത്വത്തെക്കുറിച്ചും ഏകദൈവത്തെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന ധാരണയ്ക്ക് ഒരു മാറ്റം വരുത്തി കൊടുക്കാൻ ആർക്കും കഴിയാതെ പോയെങ്കിൽ പെന്തക്കോസ്റ്റൽ സമൂഹം അഭിമുഖീകരിച്ച് വരുന്ന പ്രശ്നം ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എത്രയോ ആളുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റവരെ വീണ്ടും അവരെ കൊണ്ടുപോയി യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക. എന്നിട്ട് ശ്രദ്ധിച്ചോണം, ഞങ്ങളാണ്, ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. എന്നിട്ട് പറയും ഞങ്ങൾ അപ്പോസ്തോലിക ഉപദേശം ആണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു വൈരുദ്ധ്യമായ ഒരു ആശയം കിടപ്പുണ്ട്. പ്രധാനമായും അപ്പോസ്തലന്മാർ ചെയ്തു വന്ന ഒരു കാര്യത്തെയും യേശു പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചും രണ്ടും രണ്ട് തട്ടിലായി കാണുന്ന ഏക വിഷയം സ്നാനം എന്ന് പറയുന്നതാണ്. ഇവിടെ അപ്പോസ്തലന്മാർ ചെയ്തെന്ന് മുഴുവനും യേശുവിൻ്റെ നാമത്തിലും, എന്നാൽ യേശു കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഈ നാമം ഏതാണെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ പല വീഡിയോയിലും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ആ ആശയം അറിയാം. ഞാൻ തന്നെ അവർക്ക് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കി ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തു പറഞ്ഞതനുസരിക്കണം. ഏത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അപ്പോഴാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകുന്നത്. ഇനി അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒന്ന് എടുത്തു പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഉപദേശം അപ്പോസ്തലൻ്റെ ആണോ അത് ക്രിസ്തുവിൻ്റെ ആണോ? മറുപടി പറയണം. നിങ്ങൾ പറയും ഞങ്ങൾ അപ്പോസ്തോലിക ഉപദേശമാണ് ഞങ്ങൾ കൈക്കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അപ്പോസ്തലൻ്റെ ഉപദേശം. ഏത്? യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം അപ്പോസ്തലന്മാർക്ക്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് കൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം യേശുവിനും. ഇനി നിങ്ങൾ പറ, നിങ്ങൾ ക്രിസ്ത്യാനികളിൽ ഏതാണ്? ഞാൻ പ്രാരംഭത്തിൻ്റെ കാര്യം പറയാം. അപ്പോസ്തല പ്രവൃത്തിയെ കാണുന്ന പല കാര്യങ്ങളും മാതൃകയായി എടുക്കാൻ പോയാൽ, അതായത് അപ്പോസ്തലന്മാർ ചെയ്ത പല കാര്യങ്ങളും മാതൃകയായി എടുക്കാൻ പോയാൽ ക്രിസ്തീയ സഭ ഇവിടെയൊന്നും നിൽക്കത്തില്ല സഹോദരങ്ങളെ. ഈ പറയപ്പെടുന്ന വേർപാട് സഭകൾ ഇവിടെയൊന്നും നിൽക്കത്തില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. പൗലോസിന് നേർച്ച ഉണ്ടായിരുന്നോ? മുടിശേവനം ചെയ്യുന്നത് അത് തിരുവചനത്തിലുണ്ടോ? പൗലോസ് അത് നിവർത്തിച്ചോ? എങ്ങനെയെങ്കിൽ ഇത് കണ്ട ഒരു യുവാവ് വന്ന് സഭയിലെ പാസ്റ്ററോട് പറയാണ്, പക്ഷേ ഈ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ എഴുതിയ ആളാരാ? പൗലോസ്. ഓക്കെ, പൗലോസ് ചെയ്തതെല്ലാം ശരിയാണോ? അതെ. പൗലോസ് പറഞ്ഞത് ശരിയാണോ? അതെ. അങ്ങനെയാണെങ്കിൽ പൗലോസ് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, മുടി ക്ഷൗരം ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ എനിക്കും ഞാനത് ചെയ്യട്ടെ. നിങ്ങൾ എന്ത് പറയും? ഈ അപ്പോസ്തലന്മാരെ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രാരംഭ ഘട്ടത്തിൽ അവർ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ മാതൃകയായിട്ടെടുത്താൽ സഹോദരങ്ങൾ, നിങ്ങളത് എന്ത് ചെയ്യും? നിങ്ങളെങ്ങനെ അനുവദിച്ചു കൊടുക്കുമോ? ഏത് പ്രമാണത്തിൽ നിങ്ങളതിനെ നിഷേധിക്കും? വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ആ സഹോദരൻ ആവശ്യപ്പെടുന്നത്, എനിക്ക് മുടി ക്ഷൗരം ചെയ്യാൻ പോകണം, എനിക്കൊരു നേർച്ചയുണ്ട്, ഞാൻ നേരാൻ പോവുകയാണ്. പാസ്റ്റർ അപ്പോസ്തോലിക ഉപദേശം പഠിപ്പിക്കുന്ന ജോസ് വർഗീസ് സഹോദര, അങ്ങേക്ക് അതിനെ എതിർക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാലും അത് ഞാനതിൻ്റെ ഒരു വചന തെളിവ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ യൂദയുടെ ഒഴിവ് നികത്താൻ വേണ്ടി പത്രോസ് കുറിയിട്ടെടുത്ത മത്യാസിനെ തിരഞ്ഞെടുത്തല്ലോ. സത്യത്തിൻ്റെയും മത്യാസത്തിലേ പോയി. പത്രോസ് തിരഞ്ഞെടുത്ത മത്യാസത്തിലേ പോയി. ആ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരു വലിയൊരു അപാകത അറിയാമോ? 120 ആളുകൾ കൂടിയിരുന്ന സമൂഹത്തിൽ നിന്ന് 2 പേരെ പത്രോസ് മാറ്റുകയാണ്. അതിലൊരാളാണ് മത്യാസ്. എന്നിട്ട് ആ 2 പേരിൽ ഇവരിൽ ആരാണെന്ന് തിരിച്ചറിയാൻ കുറിയിടുകയാണ്. അതെന്താ എൻ്റെ ആവശ്യം വന്നേ? 120 പേരിനകത്തു നിന്ന് 118 പേരെ മാറ്റി നിർത്തിയിട്ട് 2 പേരെ തിരഞ്ഞെടുക്കാൻ വിവേചിക്കാനുണ്ടായിരുന്ന ആത്മാവിന് 2 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനാണ് ബുദ്ധിമുട്ട് വന്നത്. സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. ഞാനുണ്ടെ ചോദിക്കും, പത്രോസ് അപ്പോസ്തലൻ, ഞാൻ ചോദിക്കും, പത്രോസ് അപ്പോസ്തലൻ അങ്ങക്ക് എന്താണ് അങ്ങനെ 120 പേരുടെ ഇടയ്ക്ക് നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കാനുള്ള ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ 2 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഇല്ലാതെ പോയത്? എന്നിട്ട് കുറിയെടുത്തിട്ട് ഈ ആളെതിരെ പോയി. മത്യാസ് എന്ത് ചെയ്തു? പകരം ആ സ്ഥാനത്തേക്ക് പൗലോസിനെയാണ് കണ്ടതെന്നുള്ളത് വചനത്തിൽ നാനാ വിധത്തിലുള്ള തെളിവുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. ഒറ്റ കാര്യം പറയാനാണ് ഇത് കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ജോസ് വർഗീസ് സഹോദരനോട് പറയാനുള്ളത്, അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക ആണ് എങ്കിൽ
ഈ പത്രോസ് ചീട്ടിട്ടെടുത്ത് മത്യാസ് ഇതിലേ പോയി കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ സ്ഥാനം എന്ത്? പൗലോസ് അപ്പോസ്തലൻ അല്ല എങ്കിൽ പൗലോസ് എന്തുകൊണ്ട് പറഞ്ഞു ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസികളെ നോക്കി പറയുക, അപ്പോൾ താൻ അതിൽ നിന്ന് ഒഴിവല്ലേ? അല്ല, ഇനി അപ്പോസ്തലന്മാർ 13 പേരുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ എന്തോന്നാ പറയുന്നത്? അത് 11 പറഞ്ഞാൽ യൂദയുടെ ഒഴിവിലേക്ക് മത്യാസിൻ്റെ അടുത്ത് പ്ലസ് പൗലോസും വന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠത കുറവുള്ളവനല്ല എന്ന് പൗലോസും പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ സ്ഥാനം ഇതിലേ പോയി. അപ്പോൾ 13 പേര് വരണ്ടേ? 13 പേര് വന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താ? 12 അപ്പോസ്തലന്മാരുടെയും പേര് ഗോപുരത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെയും തെറ്റിയില്ലേ? അപ്പോൾ ആ ചിന്തയൊക്കെ ഒന്ന് അഴിച്ച് പണിയേണ്ടി വരുമോ എന്നൊന്ന് ഈ വീഡിയോ കേട്ടൊന്ന് തീരുമാനം എടുക്കുക. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പോസ്തലന്മാർ ആദ്യ കാലഘട്ടങ്ങളിൽ പലതും അവർക്കുണ്ടായ ഉൾക്കാഴ്ചയിലും അവർക്ക് തെറ്റല്ല എന്ന് അവരുടെ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പറയപ്പെടുന്നതായ പൗലോസിൻ്റെ മുടി ക്ഷൗരം ചെയ്യലും അതുപോലെ തന്നെ പത്രോസിൻ്റെ തിരഞ്ഞെടുപ്പും ചില പരിച്ഛേദനകളൊക്കെ അവർ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഇതിനകത്ത് പെട്ട കാര്യങ്ങളാണ് തന്നെയല്ല. എന്നാൽ താങ്കളിവിടെ കൂടെ പറയുന്നുണ്ട്, 2 പ്രാവശ്യം പറയുന്നുണ്ട്, റോമ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. അതെന്താണ്? ഒരു അതിരിനുള്ളിൽ, ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ശരിക്കും പറഞ്ഞാൽ അവിടെ മുതലാണ് ആ വെളിപ്പാടിൻ്റെ ഏകദേശം പൂർണ്ണതയിലേക്ക് വരുന്നത്. അതിൻ്റെ തെളിവ് പറഞ്ഞാൽ ഈ പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്നാനത്തിന് താൻ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ ക്രിസ്പോസിനെയും ഗായസിനെയും പിന്നെ ആ സ്തേഫാനോസിൻ്റെ കുടുംബക്കാരെ അല്ലാതെ വേറെ ആരും സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. സ്നാനം കഴിപ്പിക്കാനൊന്നുമല്ല, എന്നെ വിട്ടത് സുവിശേഷം പറയാനെന്ന്. ആ പൗലോസ് ഇങ്ങോട്ട് വന്ന് റോമർക്ക് ലേഖനം ഏകദേശം 4 വർഷം കഴിഞ്ഞ് റോമർക്ക് ലേഖനം ഇപ്പോൾ പറയുക, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ഇത് ജലസ്നാനമല്ലെന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ ഞാൻ വേണ്ട മറുപടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെതിരെ പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവർക്ക് വാദവും ഇല്ല, തർക്കവും ഇല്ല. കാരണം മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കണമെങ്കിൽ 3 കാര്യം നടക്കണ്ടേ? ഒന്ന് മരണം, ഒന്ന് അടക്കം, ഒന്ന് പുനരുത്ഥാനം. ഇതിനോട് ഏകീഭവിക്കണം. ഒരു കൂട്ടർ പറയുന്നത് യേശുവിൻ്റെ ക്രൂശിൽ മരണത്തിൽ വിശ്വസിച്ചാൽ മതി, അപ്പം മരണത്തോട് പങ്കാളികളായിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മരണമടക്കം പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുക എന്നുള്ള പദത്തിന് വരെന്താ, ആ ഒരു വാക്കിന് വരെന്താ ആശയം കൊടുക്കുന്നത്? അന്നേരം അവർക്കും ഉണ്ടാവില്ല അതിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ മുതലാണ് ഏകദേശം ഒരു വെളിപ്പാടിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. എന്നിട്ട് വീണ്ടും പറയാം, വർഷങ്ങൾ നീണ്ടുപോയി പുതിയ നിയമത്തിൻ്റെ എല്ലാ ലേഖനങ്ങളും എഴുതി തീർന്നത് വരെ പുതിയ നിയമസഭയ്ക്ക് ആവശ്യമുള്ള എല്ലാ പ്രമാണങ്ങളും കിട്ടിയിട്ടില്ല. ഓരോ ഘട്ടത്തിൽ ഓരോന്നോരോന്നായി വന്നത്. അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഉപദേശത്തിൻ്റെ പൂർത്തീകരണം വരുന്നത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ജോസ് വർഗീസ് സഹോദര, അങ്ങ് 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ടല്ലോ റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. ഇവിടെ എവിടെയെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചത്. നിങ്ങൾ പറയുന്നല്ലോ പുതിയ നിയമത്തിൻ്റെ ഉപദേശം അവിടെയാണ് കിടക്കുന്നതെങ്കിൽ, ലേഖനങ്ങളിലാണ് കിടക്കുന്നതെങ്കിൽ, ലേഖനങ്ങളിൽ എവിടെയെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് പറയുന്നുണ്ടോ? ഇല്ല എങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ആരംഭഘട്ടത്തിൽ പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് ഉചിതമെന്ന് തോന്നിയതും അല്ല, അവർക്ക് തെറ്റല്ലെന്ന് തോന്നി പല കാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്നാനം യേശുവിൻ്റെ നാമത്തിൽ നടന്നുകൊണ്ട് ഒറ്റ തെളിവ് നമുക്ക് കൊടുക്കാൻ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം നമ്മൾ അവിടെ താഴോട്ട് വായിക്കും പറയും. ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ യഹോവ തന്നെയാണ് യേശു. ഇത് നമ്മുടെ സാജു തോമസ് സാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. കൂടുതലും പെന്തക്കോസ്റ്റൽ സഭകൾ വിശ്വസിക്കുന്നത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അവർ പറയും യേശു ക്രിസ്തു, യഹോവ ഒരു ദൈവവും യേശു ക്രിസ്തു മറ്റൊരു ദൈവവും പരിശുദ്ധാത്മാവ് മറ്റൊരു ദൈവമാണെന്ന് പറയുന്നുണ്ട്. അത് വിരോധാഭാസമല്ലേ? നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വേറൊരു വേദിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തന്നെ മാറ്റി പറയുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? ബ്രദർ എന്താണ് വിശ്വസിക്കുന്നത്? പഴയ നിയമത്തിൽ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്നാണോ വിശ്വസിക്കുന്നത്? അല്ല, നമുക്ക് വിശ്വസിക്കാനുള്ള തെളിവുകളുണ്ട്. അല്ല, ആ തെളിവ് എന്ന് പറഞ്ഞാൽ തെളിവ്, ഒന്നാമത്തെ തെളിവ് യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ, അതായത് യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്
700 വർഷം മുമ്പ് ഭൂമി ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. ഇപ്പോൾ യോഹന്നാനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, കേട്ട ഒരുത്തൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതെന്ന് പറയുക. അതാണ് അവിടെ തുടങ്ങുന്നത്. മരുഭൂമി വിളിച്ചു പറയുന്നത് വാക്കാവെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ പുതിയ നിയമത്തിൽ അത് കാണുന്നത്. യഹോവയ്ക്കൊരു വഴി ഒരുക്കുവിൻ എന്നാണ് പറയുന്നത്. നിർജ്ജന പ്രദേശത്തൊരു പരിവഴി നിരത്തുവിൻ, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സർവ്വജഡവും അതിനെ കാണുമെന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ BC 710-12 കാലഘട്ടങ്ങളിൽ പറയുക. വീണ്ടും യെശയ്യാവിൻ്റെ തലമുറയിലോ പിന്നീടുള്ള 7 നൂറ്റാണ്ടുകളിലോ ആരും ഈ സംഭവം കണ്ടില്ല. പക്ഷേ ഇവിടെ യേശുക്രിസ്തു ജനിച്ച് 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ വിളിച്ചു പറയുന്നവൻ രംഗത്ത് വന്നിട്ട് വിളിച്ചു പറഞ്ഞ പ്രവചന പ്രകാരമുള്ള ഈ സൗഖ്യമാക്കുന്നവനും ബന്ധിതരെ വിട്ടയക്കുന്നവനും പീഡിതരെ സൗഖ്യമാക്കുന്നവനും രോഗികളെ സൗഖ്യമാക്കുന്നവനും രംഗത്ത് വന്നു. അപ്പോൾ യഹോവ തന്നെയാണ് വെളിപ്പെട്ട്. അല്ല, അത് ബ്രദർ പറയാൻ വന്ന ആശയം ഇതാണ്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവെന്ന് പറഞ്ഞ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. അപ്പൊ പഴയ നിയമത്തിൽ യഹോവയുടെ വഴി ഒരുക്കുവിൻ എന്ന് പറയുന്നു, പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിന്. കേട്ടല്ലോ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള താഴോട്ടുള്ള വചനങ്ങൾ. അവിടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന ശബ്ദം, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. താൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വഴി ഒരുക്കിയതാർക്കാ? യേശുവിന്. അപ്പോഴങ്ങനെയാണെങ്കിൽ യഹോവ തന്നെയല്ലേ യേശു? ന്യായമായ ഒരു ചോദ്യമാണ്. എന്നാൽ ഈ വചനം നമ്മൾ വ്യക്തമായി പഠിച്ചു വന്നാൽ അതിൻ്റെ താഴോട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവയുടെ മഹത്വം വെളിപ്പെടും. എന്താണ് യഹോവയുടെ മഹത്വം? യഹോവ എന്ന മഹത്വമല്ല, യഹോവയുടെ മഹത്വം. അതറിയണമെങ്കിൽ നമ്മൾ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ശിശുവായിരുന്ന യേശുവിനെ അവരുടെ അന്നത്തെ ശുദ്ധീകരണ നിയമപ്രകാരം ശുദ്ധീകരണത്തിനായി ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. അവിടെ പുരോഹിതൻ പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇവിടെ പറയാൻ ദൈവത്തോട് പറയുക, നീ ഒരുക്കിയ മഹത്വം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. യഹോവയാണ് കണ്ടു. നീ ഒരുക്കിയ നിൻ്റെ മഹത്വമാണ്. യഹോവയുടെ മഹത്വം ഇവിടെ കണ്ടു. ഇവിടെ യേശുവിനെയാണ് എടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞത് ഇത് യഹോവയുടെ മഹത്വമാണെന്ന്. ഈ മഹത്വത്തിൻ്റെ കാര്യമാണ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരുന്നത്, മഹത്വം വെളിപ്പെടുമെന്ന്. അത് മഹത്വം എന്ന് പറയാനുള്ള കാരണം യെശയ്യാ പ്രവചനം നമ്മളതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആഹാസുമായിട്ടുള്ള സംഭാഷണത്തിൽ യഹോവ വളരെ നഷ്ടപ്പെട്ടു പോയ രാജ്യം തിരിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, കാരണം ആ രാജ്യം അവരുടെ മഹത്വമായിരുന്നു, ആ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ മഹത്വം പോയി. അത് മടക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആഹാസുമായിട്ടുള്ള സംഭാഷണത്തിൽ യഹോവ ആഹാസിനോട് പറഞ്ഞു, നീ ഒരു അടയാളം ചോദിക്കുക. ആഹാസ് അടയാളം ചോദിക്കാൻ തയ്യാറായില്ല. അപ്പോൾ യഹോവ തന്നെ പറഞ്ഞു, ഞാനൊരു അടയാളം അങ്ങോട്ട് തരാം. ആ അടയാളം കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. അതാണ് അതിൻ്റെ പ്രധാന അടയാളം. എന്ന് പറഞ്ഞാൽ ലോകമുണ്ടായത് മുതൽ അന്നും ഇന്നും ഇനി വരുവാനുള്ള കാലവും കന്യക ഗർഭിണിയായി ജനിക്കപ്പെട്ട ഒരു ശിശുവുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു അടയാളം. ആ അടയാളം അവർക്ക് കൊടുത്തത് അവരുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കുന്ന, രാജ്യത്തെ നീതിയോടെ വാഴുന്ന, അതാണ് യെശയ്യാ 11 പറയുന്നത്. 9 വരുമ്പോൾ പറയുമ്പോൾ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവിടെ നിത്യപിതാവെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എത്ര പിതാവുണ്ടെന്നുണ്ട്. അതിൻ്റെ മറുപടി ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ സബ്ജക്റ്റ് മാത്രം കൊണ്ട് സ്പർശിച്ചു പോകട്ടെ. അപ്പോൾ യെശയ്യാ 11 വരുമ്പോൾ നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവ്, ആ രാജാവാണ് ഇസ്രായേലിൻ്റെ മഹത്വമായിട്ട് വരുന്നത്. ആ മഹത്വമാണ് വെളിപ്പെട്ട് ഇങ്ങനെ പുരോഹിതൻ കൈ പിടിച്ചിട്ട് പറഞ്ഞ് യഹോവയുടെ മഹത്വമായ ആ രക്ഷയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ എന്ന് പറയുന്നത്. ഈ മഹത്വം വരുന്ന കാര്യത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ യോഹന്നാനിലൂടെ വിളിച്ചു പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് പറഞ്ഞിട്ട് യേശുവിനല്ലേ ഒരുക്കിയത് എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയാം. അതെന്താണ് വചനം ഉദ്ദേശിക്കുന്നുള്ള വിശദീകരണം നമുക്കെടുക്കാം.
ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഈ സ്വന്തം മകനെ അയച്ച് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവം ആരെ സ്നേഹിച്ചത്? ദൈവം ആരെ നൽകുവാൻ? അവനെ നൽകാൻ. അപ്പോൾ രണ്ടെണ്ണമായല്ലോ, ഒരാളെ സ്നേഹിച്ച് ഒരാളെ കൊടുക്കുന്നു, രണ്ടുപേരായല്ലോ. സ്വന്തം മകനെ കൊടുക്കുന്ന ദൈവം ഒരുക്കിയ പദ്ധതി ആയതുകൊണ്ട് ഇവിടെ യേശുവിന് വേണ്ടി വഴി ഒരുക്കിയപ്പോൾ ഇവിടെ യേശുവിൻ്റെ പദ്ധതിയല്ല ഇവിടെ നടക്കപ്പെട്ടത്. ഇവിടെ നടക്കപ്പെട്ടത് യഹോവയുടെ പദ്ധതിയാണ്. തൻ്റെ ഓമന കുമാരനെ അയച്ച് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുമെന്നുള്ള പദ്ധതി യേശുവിൻ്റെ അല്ല. അതുകൊണ്ട് ഞാൻ അയക്കപ്പെട്ട യേശുവിൻ്റെ പദ്ധതിയല്ല, അയച്ച പിതാവിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ഇവിടെ വഴിയൊരുക്കിയപ്പോൾ യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കിയെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാനീ പറഞ്ഞ ആശയം, അതായത് യേശു വന്നപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നിറവേറ്റപ്പെട്ടത്. യഹോവയുടെ പദ്ധതിക്ക് വേണ്ടിയാണ് വഴിയൊരുക്കിയത്. അതുകൊണ്ട് യേശുവിന് വഴിയൊരുക്കിയാലും അത് യഹോവയ്ക്ക് ഒരുക്കുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിന് പിന്താകുന്ന ഏതെങ്കിലും ആശയം ബൈബിളിലുണ്ടോ? നമുക്കൊന്ന് അന്വേഷിക്കാം. അതിന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 13-14 വാക്യം ശ്രദ്ധിച്ച് വായിക്കാം. യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതായത് സോദോമിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. 2 ദൂതന്മാരെന്ന് പറയപ്പെടുന്ന 2 പുരുഷന്മാർ. അവരാരാണെന്ന് ഞാൻ ഒരു പഠനം മുൻപ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 2 പേരുടെ മുൻപാകെ അവിടെ ലോത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ചെയ്ത ആ വലിയ കുറ്റം അത് വലുതാകൊണ്ട് ഇവിടെ പറയുകയാണ്. ആ 2 ദൂതന്മാർ പറയുകയാണ്, യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. ആര് നശിപ്പിക്കും? ഞങ്ങൾ നശിപ്പിക്കും. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ഈ 2 പേരെ അയച്ചത് അവരെ നശിപ്പിക്കാനാണ്. ആരാ നശിപ്പിക്കുന്നത്? ഞങ്ങൾ 2 പേരുണ്ട്. അയച്ചത് യഹോവ ഒരാൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എൻ്റെ സഹോദരൻ വീട്ടിത്തരം പറഞ്ഞ് കാശുണ്ടാക്കുമെന്നൊന്നും പറയരുത്. പൂർണ്ണമായിട്ട് വീഡിയോ കേൾക്കാതെ കമൻ്റ് ഇടാനും ശ്രമിക്കരുത്. ശ്രദ്ധിച്ച് കേട്ടോളാം. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇവിടെ യഹോവ അയക്കുന്നു എത്ര പേരെ? 2 പേരെ. ആ 2 പേര് പറയുന്നു, ഞങ്ങളെ യഹോവ അയച്ചിരിക്കുന്നത് ഈ പട്ടണത്തെ നശിപ്പിക്കാനാണ്. എന്നിട്ട് താഴോട്ട് പറയണം, അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു പോകുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. ഇതിലേതാണ് ശരി? ലോത്ത് പറയുന്നതോ യഹോവ ഇത് നശിപ്പിക്കുമെന്ന് പറയുന്നു. മുൻപ് 2 ദൂതന്മാർ പറഞ്ഞു ഞങ്ങളിത് നശിപ്പിക്കും, യഹോവ ഞങ്ങളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ? യഹോവ പറഞ്ഞു വിട്ടിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ലോത്ത് പറഞ്ഞത് ശരി തന്നെയാണ്. യഹോവ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് തെറ്റില്ല. കാരണം യഹോവയുടെ പദ്ധതിയായിരുന്നത്. അത് ഈ 2 പേരിലൂടെ നടത്തിയപ്പോൾ അത് ചെയ്തത്. ഞാൻ ഒന്നും കൂടി പറയാം. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഈ റോഡാണ്, റോഡിനോട് ചേർന്ന വീട്. അവിടെ റോഡ് സൈഡിൽ ഭീഷണിയായിട്ടൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ 2 അയൽവാസികളായ 2 ചേട്ടന്മാരും മരം മുറിക്കുന്നവരാണ്. അപ്പോൾ PWD ഓർഡർ ഇട്ടു അത് വെട്ടാനായിട്ട്. അപ്പം ഞങ്ങളുടെ അയൽവക്കാരനായ 2 ചേട്ടന്മാർ ചെന്ന് അത് വെട്ടി. അവിടെ ഫോറസ്റ്റുകാർ വന്നവരെ അന്വേഷണം വെച്ചു. അന്നേരം നാട്ടുകാരോട് വെച്ചപ്പോൾ ഇത് ആരാ വെട്ടിയത്? ഇപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് ഇത് ആ ചാക്കോയും മത്തായിയും വെട്ടിയെന്ന് പറഞ്ഞു. നിയമപ്രകാരം ചെന്നപ്പോൾ ഇത് ആരാ വെട്ടിയത്? ഇപ്പോൾ PWD വെട്ടിയെന്ന് പറഞ്ഞു. കാരണം ഇത് നിങ്ങൾ പറയുന്നത് വെട്ടിയത് ചാക്കോയും മത്തായിയാണോ അതോ PWD ആണോ വെട്ടിയത്? കാര്യം മനസ്സിലായി കാണുമല്ലോ. PWD അധികൃതർ ചാക്കോയിനെ മത്തായിനെ ഏൽപ്പിച്ചപ്പോൾ അത് ചാക്കോയും വെട്ടി, മത്തായും കൂടി വെട്ടി. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം, വെട്ടിയതിൻ്റെ ഉത്തരവാദിത്വം കാലാകാലം നിലനിൽക്കുന്നത് PWDക്ക് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ലോത്തോട് പറഞ്ഞത്. വന്ന് നശിപ്പിച്ചത് 2 പേരാണ്, പക്ഷെ നശിപ്പിച്ചത് യഹോവയാണ് എന്നതുപോലെ തന്നെ പറയുകയാണ്. ഇവിടെ യഹോവയുടെ പദ്ധതിയാണ് വീണുപോയ മനുഷ്യൻ, പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനും ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയ രാജ്യത്തിന് നീതിയോട് ഭജിക്കുന്ന ഒരു രാജാവിനും വേണ്ടി ഒരു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, അവന് വഴിയൊരുക്കുന്നത് യഹോവയ്ക്ക് തന്നെ ഒരുക്കിയത്. ഇനി ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നു. കാരണം
അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ യഹോവ ആരെയും അയച്ചിട്ടൊന്നുമല്ല, യഹോവ തന്നെയാണ് വന്നതെന്ന് പറയുന്നത്. ഇതിന് ഞാൻ മറുപടി പുന്നക്കൽ സാറിന് കൊടുത്തിട്ട് പുന്നക്കൽ സാറിന് കുടിശ്ശിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ആവർത്തിച്ച് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, കൂടുതൽ തെളിവുകളോട് കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറയുന്നു, യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൻ്റെ 3-ാം വചനത്തിൽ പറയുന്നത്, ഒന്ന് യഹോവയ്ക്ക് വഴിയൊരുക്കുവൻ, എന്നിട്ട് ഒരുക്കിയത് യേശുവിനല്ലെന്ന് ചോദിച്ചാൽ ഒരുക്കിയത് യേശുവിനാണെങ്കിലും യഹോവയുടെ പദ്ധതിയാണ് അവിടെ നടന്നത്. അതുകൊണ്ട് ആ പദ്ധതിക്ക് വേണ്ടി വഴിയൊരുക്കിയത് കൊണ്ട് യഹോവയ്ക്ക് തന്നെയാണ് ഒരുക്കിയത്. അതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നടത്തിയത്. 2, അവിടെ വെളിപ്പെടുന്നത് യഹോവയുടെ മഹത്വമാണ്. യഹോവയല്ല വെളിപ്പെട്ടത്, യഹോവയുടെ മഹത്വമാണ് വെളിപ്പെട്ടത്. ശ്രദ്ധിക്കുക, യഹോവയല്ല അവിടെ വെളിപ്പെട്ടത്, യഹോവയുടെ മഹത്വമാണ് വെളിപ്പെട്ടത്. ആ മഹത്വത്തെ കയ്യിലെടുത്തുകൊണ്ട് ലൂക്കോസ് 2:30 ആ മഹത്വത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുരോഹിതൻ പറയാണ്, ഞാൻ യഹോവയുടെ മഹത്വം കണ്ടുവല്ലോ. അവിടെ യഹോവയല്ല കയ്യിൽ പിടിച്ചത്, യേശുവിനെയാണ് പിടിച്ചത്. വ്യക്തമായല്ലോ. അപ്പോൾ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. അവന് വഴി ഒരുക്കിക്കോണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കാ ഒരുക്കിയത്? യേശുവിനെന്ന് പറയുന്നതിലും തെറ്റില്ല, യഹോവയ്ക്കെന്ന് പറയുന്നത് തെറ്റില്ല. വന്നത് യേശു, പദ്ധതി യഹോവയുടെ. ഇനി ഇവർ 2-2 2 1 ഇനിയിപ്പോൾ ആ കൂടി കുറിക്കാൻ പോകുന്ന സംഭവം ഇതാണ്. സഹോദര, അപ്പോൾ അത്ര ദൈവമുണ്ട്. ഇവിടെയാണ് സകല ബന്ധക്കുകാരും മിണ്ടാതിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യഹോവ സാക്ഷിക്കാരൻ പറയുമ്പോൾ അവന് ഒരു വചനം എടുത്ത് ഒതുക്കിയിട്ട് അത് തന്നെ ഇവർ ചോദിക്കുമ്പോൾ തെറ്റാന്ന് പറയും. ഞാൻ എൻ്റെ മുന്നോട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ സോറി കേട്ടോ ആവർത്തിച്ച് പറയുന്നത് തെറ്റ്, കാരണം പുതിയതായിട്ട് കേൾക്കുന്നവരുടെ അവർക്ക് വേണ്ടിയാണ്. സ്കൂളിൽ പിയൂൺ കയറി വന്നിച്ച് കണക്ക് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ കയറും ചേർന്ന് എഴുതടാ 4, 3, 7. അന്നേരമാണ് കണക്ക് ടീച്ചർ കയറി വരുന്നത്. നിർത്താൻ പറഞ്ഞു, നിർത്തി. പിന്നെ കുട്ടികളോട് ചോദിച്ചു, അവനെന്താ പറഞ്ഞേ? 4, 3, 7. തെറ്റാ. ഞാൻ പറയാം ശരി, എത്രയാ? 4, 3, 7. പിള്ളേർക്ക് മനസ്സിലായി. അപ്പോൾ പിള്ളേർ ചോദിച്ചു, അതെന്താ തെറ്റ്? അത് തെറ്റാന്നേ. തെറ്റെനിക്ക് മനസ്സിലാകുന്നു പറഞ്ഞതാ. എടാ, അവൻ മണി അടിക്കാൻ വേണ്ടി വന്നേക്കുന്ന അവനല്ല പറയേണ്ടത് ഞാനാ. ഞാൻ പറയുമ്പോഴേ ശരിയാകത്തുള്ളൂ. പിള്ളേർക്ക് ഇപ്പോഴാണ് കത്തി കയറിയത്. ഉത്തരം ശരിയായിരുന്നു, പക്ഷെ പറയേണ്ട ആൾ മാറിപ്പോയി. ഇന്നതുപോലെ തന്നെയാണ്. ഞങ്ങളോട് വന്നേച്ച് പെന്തക്കോസ്തരെ ഞങ്ങളോട് വന്നിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ യഹോവ യേശു ദൈവമാണോ? അല്ലേ? അപ്പോൾ യഹോവയോ? ആ യഹോവ തന്നെയല്ലേ യേശുവായിട്ട് വന്നേ? ആണോ? യേശുനാമക്കാരൻ പറയുമ്പോൾ അതല്ല. ഈ പരിപാടി ഇനിയെങ്കിലും പെന്തക്കോസ്ത് സമൂഹത്തിൽ നിർത്തുവാൻ സ്നേഹത്തോടെ പറയുക. ഉപദേശത്തിൽ ഒരു ഏകീകരണം. ഞാൻ ഈ സബ്ജക്റ്റുമായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പോലെ പെന്തക്കോസ്തുകാരെ 7 പേര് വിളിച്ചാൽ 70 കമൻറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നമുക്ക് തിയോളജിയൊക്കെ കണ്ട് പയ്യെ കുറച്ചുകൊണ്ട് മാറ്റി വയ്ക്കാം. ഞാനൊക്കെ പഠിച്ച കൂട്ടത്തിലാന്ന് കൂട്ടിക്കോ, എനിക്കത് ഇഷ്ടമുള്ള കൂട്ടത്തിലാന്ന് കൂട്ടിക്കോ. പക്ഷെ ഒരു കാര്യം, വചനത്തിൻ്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ട് പറയുന്നു, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ അബദ്ധങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് പറയുന്നു, ജോസ് വർഗീസ് സഹോദരനോട് പറയുന്നു, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായല്ലോ. ഇനി കൂടുതൽ വിശദീകരണം അങ്ങയുടെ ഓരോ പോയിന്റുകൾ എടുത്തു വെച്ച് വേറിട്ട ചിന്തയിൽ ഞാൻ അവതരിപ്പിക്കും. ഉപദേശം എന്താണെന്ന് ശരിയെന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഈ ജോസ് വർഗീസ് ബ്രദറിൻ്റെ അടുത്ത ഒരു ആശയത്തെ പഠിപ്പിക്കലിനെ തിരുവചനം എത്രത്തോളം പിന്താങ്ങുന്നു എന്ന് നമുക്കൊരു അന്വേഷണം വചനത്തോടെ വയ്ക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവും അതിന് നന്ദി.